എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഒരുപാട് നാളിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയോട് സംസാരിച്ചു. ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ചു നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആരോ എന്നാണ് പേര്. സോ അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇതിനിടയിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും ധന്യ ഷിജിൻ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യ ഷിജിൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് ഉണ്ടല്ലേ. അതായത് വിജിരാജ് ആഞ്ചൽ, വിവി ഹിയർ, ആരവ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഈ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു കോമൺ ഫാക്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രധാന വിഷയമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആദ്യം തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ അറിയാത്തവർ വളരെയധികം ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 4 ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. കണ്ടസ്റ്റൻ്റ് എന്നതിലുപരി അതിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത്, ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ഉണ്ടാക്കിയെടുത്ത, ഫാൻസിന് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇത് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വിഷയം തുടങ്ങുന്നത്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ദിവസം ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇടുകയാണ്. അതായത് വിജിരാജ് ആഞ്ചൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ 4 ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയതിന് ശേഷമൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ആ പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ വോയിസ് റെക്കോർഡ് മാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതിനാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ വോയിസ് റെക്കോർഡ് മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ചില പ്രേക്ഷകർക്കെങ്കിലും സംശയമുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ പേഴ്സണലി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് നമ്മളറിയാതെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അത് റെക്കോർഡ് ചെയ്യുക. ഈ റെക്കോർഡ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് അത് ഭീമമായ തുകയ്ക്ക് വിൽക്കുക. പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അത്രയധികം പണം ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോയിസ് ലീക്കാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൈമാറുന്ന ഒരു സമ്പ്രദായമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഏർപ്പാടാണ് ഈ ഒരു വോയിസ് റെക്കോർഡ് മാഫിയ എന്ന് പറയുന്നത്. കേരളത്തിലൊക്കെ ഇത്തരത്തിലൊരു മാഫിയ ഉണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ചിലരൊക്കെ ഇത് നടത്തുന്നതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അങ്ങനെ വിജിരാജ് ആഞ്ചലിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം പുള്ളി ഇറങ്ങിയതിന് ശേഷം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിജിരാജ് ആഞ്ചൽ അല്ല, മറ്റൊരു വ്യക്തിയാണ് ഇട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എന്നെ തൂക്കിൽ കൊല്ലരുത്, ഒരു പെറ്റി കേസ് ചുമത്തിക്കൊണ്ടാണ് എന്നെ പുറത്ത് വിട്ടത്, പോലീസ് എന്നെ തൂക്കി കൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ ഒരു വ്യക്തി വിജിരാജ് ആഞ്ചലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിപ്പോൾ പെറ്റി കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപകടപ്പെടുത്തിക്കൊണ്ടായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും കേസ് എന്ന് പറയുന്നത് കേസ് തന്നെയാണ്. അതിൽ പെറ്റി കേസെന്നോ ക്രിമിനൽ കേസെന്നോ എന്നുമില്ല. സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇത്രയധികം വ്യക്തികൾ ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യം ഒന്നുമല്ല. പെറ്റി കേസാണെങ്കിലും ക്രിമിനൽ കേസാണെങ്കിലും കേസായിട്ടുണ്ടോ അല്ലെങ്കിൽ ജയിലിലേക്ക് പോയിട്ടുണ്ടോ, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് കേസ് തന്നെയാണ്. സോ ആ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഡോക്ടർ മറ്റൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിജിരാജ് ആഞ്ചൽ അറസ്റ്റിലാവുന്നു, ഹൂ ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ആ ഒരു സ്റ്റോറി പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിലൂടെ മറ്റൊരു വീഡിയോ കൂടെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 4 നിന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേര് ഒരു ഗ്യാങ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരായിരുന്നു ഫോർ ദി പീപ്പിൾ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട 2 വ്യക്തികളായിരുന്നു ആരവും വിവി എന്ന് പറയുന്ന വ്യക്തിയും. വിവി ഒരു പക്ഷേ കുറച്ച് ഓഡിയൻസിനെങ്കിലും അറിയുമായിരിക്കും. വിവി ഹിയർ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമയാണ് ഈ ഒരു വിവേക് എന്നോ മറ്റുമാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഈ ഒരു വിവി എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരവും തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിവി എന്ന് പറയുന്ന വ്യക്തിയാണ്. വിവിയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾ, അല്ലെങ്കിൽ ഏകദേശം ഒരാഴ്ചത്തോളമായി നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 സമയത്തൊക്കെ ജാസ്മിൻ ജാഫർ എന്നുള്ള കണ്ടസ്റ്റൻറ്റിനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത്രയും താഴ്ത്തി
കെട്ടിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഈ ഒരു ബിബി ഹെയർ. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു യൂട്യൂബർ, ഒരു പ്രമുഖ യൂട്യൂബർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു പ്രശ്നത്തിന് ശേഷമാണ്, ആ ഒരു സ്റ്റോറിക്കൊക്കെ ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ബിബി ഹെയർ ആണ് പ്രധാനപ്പെട്ട ഇവർ തമ്മിൽ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരവും തമ്മിൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ഡോക്ടറുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം ആരവ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് മുൻപ് തന്നെ സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രയധികം ഫാൻസൊക്കെ നിന്ന് അത്രയധികം ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെയധികം വൈറലായിരുന്നു. അത് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. ആ ഒരു ഷർദിൽ വീഡിയോ, അതിൽ തന്നെ ഒരുപാട് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റുകളൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. പലരും അതിന് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായും ഡോക്ടറുടെ കരിയറിനെ തന്നെ ബാധിച്ചു എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. എന്തായാലും ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സോ ഈ ഒരു വീഡിയോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നീ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ തന്നെ അല്ലെങ്കിൽ വല്ലാത്തൊരു ബാധിച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു. കാരണം ഇത് വന്നതിന് ശേഷം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് ഒരുപാട് വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഒന്ന് ഡൗൺ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു വീഡിയോ തന്നെയായിരുന്നു. കാരണം അന്ന് അത്രയധികം സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. കാരണം 3 ലക്ഷം രൂപ ഇൻ്റർവ്യൂവിന് വേണ്ടി അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രൂഫായിട്ട് എങ്ങാനും ആ ഒരു ഇൻ്റർവ്യൂക്ക് പോകാൻ പറ്റാതിരുന്നാൽ അവർക്കത് അയച്ചു കൊടുക്കാനായിട്ട് ആദ്യം ഒരു വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ വോമിറ്റിങ് വരാതിരുന്നാലോ മറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുത്തു വെച്ചത്. അത് പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം എടുത്തു വെച്ചതാണ്. പക്ഷേ അത് ഒരിക്കലും അദ്ദേഹം ഓഡിയൻസിന് മുൻപിൽ ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് ലൈവായിട്ട് നിൽക്കാനുള്ള ഒരു രീതിക്കല്ല എന്നുള്ളത് അദ്ദേഹം മറ്റ് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു. അതൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നുള്ളതും. പക്ഷെ അത് ലൈവായിട്ട് അദ്ദേഹത്തിന് ഈ ഓഡിയൻസിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ഒരു ഉപാധിയാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. ഈ പറഞ്ഞ ആരവും മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ കമൻറ്റുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷം ഏകദേശം ഒരു 1.5 വർഷമായി കാണും. ഈ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആരവ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. കാരണം ആരവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ഒരു വിജിരാജ് അഞ്ചലിൻ്റെ അറസ്റ്റിന് ശേഷമാണ് ആരവ് ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ തനിക്ക് പറ്റിയൊരു ബുദ്ധി മോശമാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആരവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ഇടനിലക്കാരനായിട്ട് നിന്ന ആ ഒരു വ്യക്തി ചെയ്തത്. വേറെ ആരുമല്ല, ബിബി ബാബുക്കുട്ടൻ എന്ന് പറയുന്ന വിവേകാണ്. പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ. അപ്പോൾ ഞാൻ റോബിനെതിരെ ഓരോ വീഡിയോകളും ഇല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും എന്നിൽ ഇൻജക്റ്റ് ചെയ്ത് വെക്കും. റോബിൻ അത് ചെയ്തു, ഇത് ചെയ്തു, നിൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ? ആ അമ്മ വീട്ടിൽ കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചു പോയി, നിൻ്റെ അച്ഛനെ കുറിച്ച് അവൻ എന്താ പറഞ്ഞത് നിനക്കറിയാവോ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇൻജക്റ്റ് ചെയ്ത് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ ഷാലിച്ചേട്ടൻ്റെ അടുത്തായി ഇപ്പോൾ ഷാലിച്ചേട്ടനും റോബിൻ തമ്മി എന്തോ പ്രശ്നം. ആരവ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെയും ആരവിൻ്റെയും ഇടയിൽ കളിച്ച പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് വിവിയാണ് എന്നുള്ളതാണ്. ഈ വിവി ഹിയർ ആണ് എന്നാണ് ആരവ് പറയുന്നത്. എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആരവ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി വിവി തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു ഷർദിൽ വീഡിയോ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അവർ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നപ്പോഴും ഞാനത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കാത്ത അല്ലെങ്കിൽ പബ്ലിഷ്
പബ്ലിഷ് ചെയ്യാതെ പ്രൈവറ്റ് ആക്കി വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഒരിക്കലും അത് പബ്ലിക്കിലേക്ക് ഇടരുത് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. പക്ഷേ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫോഴ്സ്ഫുള്ളി എന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻജക്ട് ചെയ്തുകൊണ്ട് ബിബിയാണ് ഇത്തരത്തിൽ കളിച്ചത്. ഈ ഒരു വീഡിയോ ഇടാനായിട്ട് പ്രേരിപ്പിച്ചതും റോബിനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചതും ഈ ഒരു വിവിയാണ് എന്നുള്ളതാണ് ആരവ് പറയുന്നത്. അതായത് തന്നെ അമ്മ നെഞ്ചത്തടിച്ച് മുറ്റത്ത് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ, അച്ഛനെക്കുറിച്ച് റോബിൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നിനക്ക് അറിയുമോ എന്നൊക്കെ പറഞ്ഞ് ഈ ആരവിലേക്ക് മാക്സിമം നെഗറ്റിവിറ്റി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കി ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആരവ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്, ഡോക്ടർക്ക് എതിരായി സംസാരിച്ചത് അല്ലെങ്കിൽ എതിരായി പ്രവർത്തിച്ചത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ആരവ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവി ഹിയർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇരയായവർ ഒരുപാടാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ, ഷെഫീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. ഇവരൊക്കെ ഈ വിവിയുടെ ഇരകളായ കുറച്ച് വ്യക്തികളാണ് എന്നുള്ളതൊക്കെ ആരവ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ് ആരവ് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് സത്യമാണോ അല്ലെങ്കിൽ അസത്യമാണോ എന്നുള്ളതൊന്നും അറിയില്ല. ഒരുപക്ഷെ ഈ ആരവ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിവി പറയുന്നത് വിശ്വസിക്കാം. അത് മാത്രമേ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സത്യം എന്താണ് അല്ലെങ്കിൽ പ്രൂഫ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ആരവും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, നല്ല ടേംസിൽ തന്നെയാണ്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ട് നമ്മളോട് എങ്ങനെയാണോ ഒരു വ്യക്തി പെരുമാറുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വ്യക്തിയോട് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അല്ലാതെ മറ്റൊരു വ്യക്തി പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ നിന്നെക്കുറിച്ച് ഇത് പറഞ്ഞു അല്ലെങ്കിൽ അത് പറഞ്ഞു എന്നുള്ളത് നോക്കിക്കൊണ്ട് ഒരിക്കലും ആ ഒരു ബന്ധങ്ങൾ തന്നെ ഒരു പക്ഷേ അതിൽ തന്നെ ഒരു വിള്ളൽ വരാൻ ഇത് വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും അവർ തമ്മിൽ ഡോക്ടർ റോബിനും ആരവൊക്കെ തമ്മിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു പഴയ രീതിയിലുള്ള ബന്ധങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ വിള്ളലുകളോ ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ഇപ്പോഴും ആ ഒരു രീതിക്കാണ്, പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ രണ്ടുപേരും പോകുന്നത്. ആ ഒരു രീതിക്ക് തന്നെ പോകട്ടെ. അതിനിടയിൽ കളിച്ച ഈ ഒരു വിവിയെ പറ്റി അല്ലെങ്കിൽ വിവി ഹിയർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് സത്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ പരിശോധിച്ചാൽ മാക്സിമം ഒരു വ്യക്തി എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആശയപരമായി ഒരാളെ വിമർശിക്കാം, അല്ലെങ്കിൽ അവരവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാം എന്ന് കരുതി ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് അവരുടെ വോയിസ് ലീക്കാക്കുക, ഇത്തരത്തിലൊക്കെ വളരെയധികം കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അതൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വിവിയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ, ജാസ്മിൻ ജാഫറുടെ വാപ്പ സംസാരിച്ച ഒരു ഓഡിയോ കോള് ലീക്കായതും അതിനെ സംബന്ധിച്ചിടത്തുള്ള വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ പ്രേക്ഷകർക്ക് എന്താണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പറയാനുള്ളത്, ആരവിനെ കുറിച്ച് പറയാനുള്ളത്, വിവി ഹിയറിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നിന്ന് ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തും.